And in case B, we observe that if the roots of the auxiliary equation are real, distinct, and of opposite signs, then the critical point is a saddle point, and you get that as an unstable saddle point. As case C, the roots of the auxiliary equation, which we denote by M1 and M2, are conjugate complex numbers. Obviously, complex roots are conjugate ആയിട്ട് occur ചെയ്യുള്ളൂ കാരണം real coefficients ഉള്ള quadratic equation roots ആയിട്ടാണ് വരുന്നത്. And we assume that they are not pure imaginary. And the real part 0 അല്ല. അങ്ങനെയാണെങ്കിൽ critical point spiral ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So you take the roots to be M1 and M2, say A plus or minus IB. The complex roots ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് B non zero ആയിരിക്കും. Pure imaginary അല്ല എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് A യും non zero ആയിരിക്കും. So A and B are non zero real numbers. അപ്പോൾ ഈ ഓക്സിലറി ഇക്വേഷന് കോംപ്ലക്സ് റൂട്ട്സ് ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഓക്സിലറി ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് A1 plus B2 into M plus A1 B2 minus A2 B1 equal to 0 എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് A1 plus B2 സ്ക്വയർ മൈനസ് 4 times A1 B2 minus A2 B1 ആയിരിക്കും. അത് നെഗറ്റീവ് ആയിരിക്കും. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് A1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് 2A1 B2 മൈനസ് 4A1 B2 പ്ലസ് 4A2 B1 ആണ് വരിക. അപ്പോൾ നമുക്ക് A1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ മൈനസ് 2A1 B2 പ്ലസ് 4A2 B1 വരും. അതായത് A1 മൈനസ് B2 ഹോൾ സ്ക്വയർ പ്ലസ് 4A2 B1 ഈസ് നെഗറ്റീവ് എന്ന് കിട്ടും. നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് കേസ് വരുന്ന കേസിൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെ കിട്ടും എന്നുള്ളതും അതിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ ജനറൽ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ ദിസ്. സോ വി നോട്ട് ദാറ്റ് ദിസ് A1 and B1, A2 and B2 are they are definite constants. They are specific constants, and C1 and C2 are arbitrary constants. Okay. So regarding the nature, you observe that look at x of t, limit t tends to anyway. So we have to divide it into two cases, namely this A, that is the real part of the roots of the auxiliary equation, namely A is less than 0 and greater than 0. So there are two subcases. So subcase 1, you assume that A is less than 0. So if A is less than 0, so remember this the expression inside this square brackets in xt as well as yt is a bounded entity. So it is basically sine function and cosine function, they are bounded. So when A is assumed to be less than 0, limit t tends to infinity, x of t will be 0 because e raised to at will tend to 0. Remember the thing inside the square bracket is a bounded value. So you get that limit t tends to infinity, x of t equal to 0, and limit t tends to infinity, y of t is also equal to 0. So what you get is that all these paths approach the critical point 0, 0 as t tends to infinity. And now we wish to prove that they do not enter the critical point 0, 0. Instead, they are spiral into the origin. That is what we wish to prove. So in order to do that, we introduce polar coordinates and we show that d theta by dt is either always positive or always negative. If d theta by dt എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീറ്റ എന്ന് പറയുന്നത് കീപ് ഓൺ ഇൻക്രീസിംഗ് ആണെന്നുള്ളതാണ്. ആൻഡ് മോർ ഓവർ വി കൻ സീ ഫ്രം ദ എക്സ്പ്രഷൻ ഓഫ് എക്സ് ടി ആൻഡ് വൈ ടി ദാറ്റ് അത് സൈൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ സൈൻ ഫംഗ്ഷന്റെയും കൊസൈൻ ഫംഗ്ഷന്റെയും പ്രത്യേകത അത് എല്ലാ ക്വാഡ്രന്റിലും അതിന് വാല്യൂസ് ഉണ്ടായിരിക്കും. എല്ലാ ക്വാഡ്രന്റിലും അല്ല, അത് ബോത്ത് പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും ഫ്രീക്വന്റ് ആയിട്ട്. പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തീറ്റ ഇൻക്രീസ് ചെയ്യും. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമെമ്പർ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കർവിലെ പോയിന്റും ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ആ തീറ്റ വലുതായിക്കൊണ്ടിരിക്കുകയും മാത്രമല്ല ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ പോസിറ്റീവും നെഗറ്റീവും, അതായത് എക്സും വൈയും പോസിറ്റീവ് ആവും, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ആവും, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് ആവും, എക്സും വൈ നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർവ് 4 ക്വാഡ്രന്റുകളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. തീറ്റ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് ദാറ്റ് ദ കർവ് വിൽ ബി സ്പൈറൽ. അപ്പോൾ അത് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തെളിയിക്കണം ഈ തീറ്റ എന്നുള്ളത് ഒന്നുകിൽ എല്ലായ്പ്പോഴും ഇൻക്രീസിംഗ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഡിക്രീസിംഗ് ആയിരിക്കും എന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ വി നൗ പ്രൂവ് ദാറ്റ് ദ പാത്സ് ഡു നോട്ട് എൻ്റർ ദ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0 as t tends to infinity, but instead wind around it in a spiral like manner. So we introduce polar coordinates theta and show that d theta by dt is either positive for all t and negative for all t. See, ഈ d theta by dt എപ്പോഴും പോസിറ്റീവ് ആണെന്നുള്ളതുകൊണ്ട് സ്പൈറൽ ആയിട്ട് കറങ്ങിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല കേട്ടോ. d theta by dt ഇപ്പൊ നമുക്കറിയാം തീറ്റ ഇപ്പൊ ഇങ്ങനെ 0 തുടങ്ങി π/2 വരെ അത് എന്താ പറയേണ്ടത്, നമുക്ക് ഒരു കർവ് ഇപ്പോൾ ഒരു ലൈൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിലെ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു കർവാണെന്ന് വിചാരിക്കട്ടെ, ഇതാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണെന്ന് കാണാൻ കഴിയും. കാരണം ഈ പോയിന്റിലുള്ള തീറ്റ വാല്യൂ ഈ വാല്യൂ ആണ്, അടുത്ത പോയിന്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്, അടുത്ത പോയിന്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്, അടുത്ത പോയിന്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ തീറ്റ ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ തീറ്റ ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിങ്ങനെ വൈൻഡ് അറൗണ്ട് ചെയ്യുന്നില്ല. തീറ്റ ഇൻക്രീസ് ചെയ്യുകയും വിത്ത് ദ ഫാക്ട് ദാറ്റ് ഈ എക്സും വൈയും സൈൻ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്യണം.
അതായത് എക്സും വൈയും പോസിറ്റീവ് ആവണം, ഫസ്റ്റ് ക്വാഡ്രന്റിൽ കർവ് ഉണ്ടാവണം, സെക്കൻഡ് ക്വാഡ്രന്റിൽ കർവ് ഉണ്ടാവണം, തേർഡ് ക്വാഡ്രന്റിൽ കർവ് ഉണ്ടാവണം, ഫോർത്ത് ക്വാഡ്രന്റിലും കർവ് ഉണ്ടാവണം. ഓക്കെ, എന്നാൽ പോലും എന്താ പറയേണ്ടത്, അത് ഇപ്പൊ സേഫ് ഇപ്പൊ സർക്കിൾ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ, സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ സ്പൈറലിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് കണ്ടു. ഈ സർക്കിളിന്റെ കാര്യത്തിലാണ് ഇപ്പൊ ഡയറക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം തീറ്റ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ തീറ്റ 0, ഇവിടെ ആകുമ്പോൾ തീറ്റ π/2, പിന്നെ π ആയി, പിന്നെ 3π/2 ആയി, പിന്നെ 2π ആയി, പിന്നെ ഇത് 2π + π/2 ആയി, ഇത് 3π ആയി, അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സും വൈയും കീപ്പ് ഓൺ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പൈറൽ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് 0 അപ്രോച്ച് ചെയ്യുന്നില്ല. ഇവിടെ ഈ e⁻ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് 0 അടുത്തുകൊണ്ടുമിരിക്കും, എല്ലാ ക്വാഡ്രന്റുകളിലും സഞ്ചരിച്ചുകൊണ്ടും ഇരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആണെങ്കിൽ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്പൈറൽ എന്ന് പറയുന്നത് ഒന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ്, ഒന്ന് ക്ലോക്ക് വൈസ് ആയിരിക്കും എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ചേർന്ന് വരുന്നത് കൊണ്ടാണ് അത് സ്പൈറൽ ആണ് എന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ dθ/dt എന്ന് പറയുന്നത് ഇസ് ഐദർ പോസിറ്റീവ് ഫോർ ഓൾ ടി ഓർ നെഗറ്റീവ് ഫോർ ഓൾ ടി എന്ന് പറയുന്നത്. അത് algebraic കാൽക്കുലേഷൻ ആണ്. തീറ്റ നമുക്കറിയാം tan θ = y/x ആണ് പോളാർ കോർഡിനേറ്റ്സിൽ, θ = tan inverse y/x ആണ്. dθ/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമെമ്പർ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കണം. സോ 1/y/x നിങ്ങൾ u എന്ന് വിളിച്ചാൽ 1/1 + u² ഇൻറ്റു ആ യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ കോഷ്യൻ റൂൾ ഉപയോഗിക്കണം, x² x × dy/dt - y × dx/dt. നമ്മളോട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ x² ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ dy/dt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് dx/dt = a1x + b1y, dy/dt = a2x + b2y ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിസ്റ്റത്തിൽ ഉള്ള ഉപയോഗിച്ചാണ് 1 പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a2x² + b2 - a1 × xy - b1y² കിട്ടും. ഡിനോമിനേറ്റർ x² + y² കിട്ടും. ഈ x² + y² എന്ന് പറയുന്നത് 0 വരുന്ന കേസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അങ്ങനെ x² + y² = 0 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x ഉം y ഉം 0 ആവാമെന്ന് അർത്ഥം. ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ക്രിട്ടിക്കൽ പോയിന്റ് 0 എന്ന പോയിന്റ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. x² + y² ≠ 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്ക്രിമിനന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിസ്ക്രിമിനന്റ് a1 - b2 2 + 4a2b1 ആണ്. ഈ a1 - b2 2 എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഈ സം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4a2b1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കണം. 4 എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്. സോ a2b1 നെഗറ്റീവ് ആയിരിക്കണം. a2b1 നെഗറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ a2ഉം b1ഉം ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കണം. a2ഉം b1ഉം ഓപ്പോസിറ്റ് സൈൻസ് ആയിരിക്കണം. അതാണ് ഫ്രം 7 വി ഗെറ്റ് ദാറ്റ് a2 and b1 ഹാവ് ഓപ്പോസിറ്റ് സൈൻസ്. അതിൽ ഈ a2 > 0 എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് b1 <0 ആയിരിക്കും. അപ്പോൾ a2 > 0 b1 <0 എന്ന് പറയുന്ന കേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ y = 0 ആകുമ്പോൾ dθ/dt വാല്യൂ നോക്കുക. y = 0 ആകുമ്പോൾ dθ/dt നമുക്ക് y = 0 ആകുമ്പോൾ dθ/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ടേം 0 b2 - a1 × xy എന്ന് പറഞ്ഞ ടേം 0, b1y² എന്ന് പറഞ്ഞ ടേം 0, താഴെ ഇത് 0. അപ്പോൾ a2x²/x² എന്ന് കിട്ടും. അപ്പോൾ x² ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് a2 എന്ന് കിട്ടും. അപ്പോൾ y = 0 ആകുമ്പോൾ dθ/dt = a2 ആണ്, which is greater than 0 by our assumption. ഇനി y 0 അല്ലാത്ത സന്ദർഭം y ≠ 0 ആണെന്ന് കരുതാം. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് y ≠ 0 ആണെങ്കിൽ dθ/dt എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. If y ≠ 0, dθ/dt is not equal to 0. So in order to prove our claim, we assume the contrary, that if possible, you assume that dθ/dt is equal to 0. dθ/dt നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ 9ന്റെ ന്യൂമറേറ്റർ ഈക്വൽ ടു 0 ആണ്. സോ a2x² + b2 - a1 × xy - b1y² = 0. ഇതിന് നമുക്ക് x/y എന്ന വേരിയബിളിലുള്ള x/y-യിലുള്ള ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആയിട്ട് മാറ്റാം. ത്രൂ ഡിവൈഡിംഗ് ബൈ y². y ≠ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. സോ a2x/y² + b2 - a1 xy - b1 = 0 ഫോർ സം റിയൽ നമ്പർ x/y. അതാണ് dθ/dt = 0 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതോ ഒരു റിയൽ നമ്പർ x/yക്ക് ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് അർത്ഥം. പക്ഷേ ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ ഡിസ്ക്രിമിനന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ d തന്നെയാണ്. നേരത്തെ കിട്ടിയ d നമ്മൾ ഡിനോട്ട് ചെയ്തത് a1 - b2 2 + 4a2b1. അതേ ഡിസ്ക്രിമിനന്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. b2 - a1 2 + 4a2b1 ആണെന്നേ ഉള്ളൂ. സോ യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ്. പക്ഷേ ആ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതുകൊണ്ട് ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ അതായത് ആ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഒരു റിയൽ റൂട്ട് ഇല്ല എന്നുള്ളതാണ് അതിന്റെ വാല്യൂ. സോ ദർ ഈസ് നോ റിയൽ നമ്പർ x/y ഫോർ വിച്ച് ഇക്വേഷൻ 10 ഈസ് സാറ്റിസ്ഫൈഡ്. സോ വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. So the contradiction is due to the assumption that dθ/dt = 0. അപ്പോൾ dθ/dt ഒരിക്കലും 0 ആവില്ല. നോക്കൂ, അപ്പോൾ dθ/dt y = 0 ആകുമ്പോൾ dθ/dt പോസിറ്റീവ് വാല്യൂ ആണ്. dθ/dt ഒരിക്കലും 0 ആവുകയും ചെയ്യില്ല. തീറ്റ എന്ന് പറയുന്നത് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് t. അതുകൊണ്ട് നമുക്ക് dθ/dt എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. dθ/dt ഏതോ ഒരു ഘട്ടത്തിൽ പോസിറ്റീവ് ആണ്, പിന്നെ ഒരിക്കലും അത് 0 ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ θ is always positive. dθ/dt is always positive എന്നുള്ളതാണ്. dθ/dt is always positive means θ is increasing with respect to t. So this is not true because the discriminant is d, which is negative. So our claim is proved. So this shows that dθ/dt is always positive when a2 > 0. അതുപോലെ a2 < 0 ആണെങ്കിൽ what you are getting is dθ/dt is equal to a2, which is less than 0, and the claim still holds, in which case that you get that dθ/dt is always negative. So what you get is that either θ is increasing or θ is decreasing with respect to t. And moreover, by that expression, as I described earlier, x and y change sign infinitely often as t tends to infinity because of
your x and y involves the trigonometric functions sine and cos. So that keep on changing sign. So as well as the paths enter the critical, paths approach the critical point 0, 0. മാത്രമല്ല x ഉം y ഉം ചേഞ്ച് ചെയ്യുന്നു, മാത്രമല്ല theta എന്ന് പറയുന്നത് either always increasing or always decreasing, which shows that all the paths are spiral into the origin. So you get that the critical point is a spiral, and in this case where the subcase 1 we are assuming that a is less than 0, so you get that all these paths are you can find a circle such that any path which is inside that circle should approach the critical point. So you get that in this case you will be having an asymptotically stable spiral. Remember, you are assuming that a is less than 0, and when a is greater than 0, the description is exactly the same, with only difference that now the paths approach the critical point as t tends to minus infinity. All the remaining descriptions will be the same. So in this case, again, you will be getting a spiral, but you will be getting an unstable spiral. So that is what you get if a greater than 0, the situation is same, except that the paths approach 0, 0 as t tends to minus infinity, and the critical point will be unstable. So the story is that if the roots of the auxiliary equation m1 and m2 are conjugate complex but not pure imaginary, that is m1 and m2 are m1 is a plus id and m2 is a minus id, where both a and b are non-zero. If a is positive, then the critical point 0, 0 is a spiral and unstable, and if a is negative, the critical point 0, 0 is an asymptotically stable spiral. Is that okay? Any questions? Okay, sir. Now we move to next case, case B, where we assume that സാധാരണഗതിയിൽ ഈ 3 കേസുകൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കേസുകളെ മേജർ കേസസ് എന്നാണ് പറയുക. മേജർ കേസസ്, കേസ് എ, കേസ് ബി, കേസ് സി നമ്മൾ മേജർ കേസസ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെ വിളിക്കുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫൈനൽ ഡിസ്കഷനിൽ അത് വരും. അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. ഇനിയുള്ള 2 കേസുകൾ ബോർഡർ ലൈൻ കേസുകൾ എന്നാണ് പറയുക. മേജർ കേസസ് ആണ് ആദ്യത്തെ 3 കേസ് എ, കേസ് ബി, കേസ് സി, ആൻഡ് കേസ് ഡി ആൻഡ് കേസ് ഇ ഈസ് റെഫേർഡ് ആസ് ബോർഡർ ലൈൻ കേസസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആ പേര് വരുന്നത്, ബോർഡർ ലൈൻ കേസസ് എന്നുള്ള പേര് വരുന്നത് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ദ കേസ് ഡി സേസ് ദാറ്റ് ഈ റൂട്ട്സ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, റൂട്ട്സ് റിയൽ ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഓഫ് ദ സെയിം സൈൻ നമ്മൾ പറഞ്ഞു, നോഡ് ആണെന്ന് പറഞ്ഞു. റൂട്ട്സ് റിയൽ ഡിസ്റ്റിങ്ക്ട് ആൻഡ് ഓഫ് ഓപ്പോസിറ്റ് സൈൻ നമ്മൾ സാഡിൽ പോയിന്റ് ആണെന്ന് പറഞ്ഞു. റൂട്ട്സ് കോൺജുഗേറ്റ് കോംപ്ലക്സ് ബട്ട് നോട്ട് പ്യൂർ ഇമാജിനറി നമ്മൾ സ്പൈറൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള 2 കേസുകൾ എന്ന് പറയുന്നത് റൂട്ട്സ് റിയലും ഈക്വലും ആവുന്ന ഒരു കേസ് വേണം, അതുപോലെ റൂട്ട്സ് കോംപ്ലക്സ് ആണ് ആൻഡ് പ്യൂർ ഇമാജിനറി ആവുന്ന കേസ് വേണം. അപ്പോൾ അതിൽ റൂട്ട്സ് റിയലും ഈക്വലും ആവുന്ന കേസാണ്. ആ സന്ദർഭത്തിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഒരു നോഡ് ആണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കോമൺ വാല്യൂ m1 ആൻഡ് m2 എന്ന് പറയുന്നത് നമുക്ക് m എടുക്കാം. m1 m2 എന്ന് പറയുന്നത് m എടുക്കാം. ആൻഡ് വി അസ്യൂം ദാറ്റ് ദിസ് ഈസ് നെഗറ്റീവ്. പോസിറ്റീവ് വരുന്ന കേസ് നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ തന്നെ പറയാവുന്നു. ഇതിന് നമ്മൾ 2 സബ് കേസസ് ആയിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സബ് കേസിൽ നമ്മൾ ഈ അൺകപ്പിൾഡ് സിസ്റ്റം വരുമ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ ഈ റിയൽ റൂട്ട്സ് വരുന്ന കേസിൽ, ഈക്വൽ റൂട്ട്സ് വരുന്ന കേസിൽ നമ്മൾ ജനറൽ സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ അൺകപ്പിൾഡ് സിസ്റ്റം വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സോൾവ് ചെയ്താൽ മതി. ഈ നമ്മുടെ മെത്തേഡിലൂടെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സക്സസ് ആവില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 കേസായിട്ട്, 2 സബ് കേസായിട്ട് നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നത്. ആദ്യത്തെ സബ് കേസിൽ സിസ്റ്റം അൺകപ്പിൾഡ് ആയി വരിക എന്നുള്ളതാണ്. അതായത് ഈ A1 ഉം B2 ഉം സെയിം ആണ്. അൺകപ്പിൾഡ് തന്നെ കുറച്ചുകൂടി സ്പെസിഫിക്കേഷൻ ഉണ്ട്. A1 ഉം B2 ഉം സെയിം ആണ്. അതിന്റെ വാല്യൂ A ആണെന്ന് വിചാരിക്കുക. A2 ഉം B1 ഉം 0 ആണ്. റിമെമ്പർ dx/dt = A1x + B1y, dy/dt = A2x + B2y. അതിലാണ് ഈ A1 ഉം B2 ഉം സെയിം ആണെന്നും അതിന്റെ വാല്യൂ A ആണെന്നും A2 ഉം B1 ഉം 0 ആണെന്നും വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ കേസിൽ നമ്മുടെ സിസ്റ്റം dx/dt = Ax, dy/dt = Ay എന്ന് വരും. dx/dt = Ax, dy/dt = Ay. കാരണം A1 എന്ന് പറഞ്ഞാൽ A ആണ്, B1 എന്ന് പറഞ്ഞാൽ 0 ആണ്, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്. അപ്പോൾ ഇതാണ് അൺകപ്പിൾഡ് സിസ്റ്റം. അപ്പോൾ നമുക്കറിയാം ഈ A1 B2 = A ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ m² - A1 + B2m എന്നാണല്ലോ. അപ്പോൾ A1 ഉം B2 ഉം സെയിം ആകുമ്പോൾ നമുക്ക് അത് വാല്യൂ ചെയ്യുന്നിടത്തുകൊണ്ട് നമുക്ക് m² - 2am + A1 B2 - A2b² എന്നാണ്. A1 B2 - A2b1 എന്നാണ്. അതായത് നമുക്ക് A² എന്ന് വരും. അപ്പോൾ ആ കേസിൽ നമുക്ക് m - a² എന്നാണ് ഓക്സിലറി ഇക്വേഷൻ വരിക. അതായത് m = a, ആ കോമൺ വാല്യൂ ആയിട്ടുള്ള a ആണ് ഓക്സിലറി ഇക്വേഷന്റെ കോമൺ റൂട്ട് ആയിട്ട് വരിക. അപ്പോൾ ആ സന്ദർഭത്തിൽ dx/dt = Ax എന്നും dy/dt = Ay എന്നുമാണ് ആ സിസ്റ്റം വരിക. അതിനെ നമുക്ക് അതിന്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് അറിയാം. എന്തായിരിക്കും dx/dt = Ax, dy/dt = Ay യുടെ ജനറൽ സൊല്യൂഷൻ? e raised to ax ആണ്. e raised to ax അല്ല, t ലല്ലേ വരണ്ടേ? ഓക്കേ, e raised to ജനറൽ സൊല്യൂഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ dx/dt = x, സോറി, C1 e raised to 8t. അതെ, C1 e raised to 8t. C2 y is equal to C2 e raised to 8t. അത്രേ ഉള്ളൂ. x = C1 e raised to 8t, y = C2 e raised to 8t. നമുക്കത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാമല്ലോ. സോ x = C1 e raised to 8t, എന്താ പറയേണ്ടത്, mt എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, കാരണം m യുടെ സെയിം ആണ്. y = C2 e raised to mt, where C1 and C2 are arbitrary constants.
അപ്പോൾ നമുക്കറിയാം ഇത്തരം ഡിസ്കഷൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഈ എക്സ് ഇത് ഏത് കേസാണ് വരിക, എന്താ ഈ പാത്തുകൾ എന്താ വരിക, x = c1 e⁻mt y = c2 e⁻mt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് c1 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ആക്സിസിന്റെ 2 ഹാഫ് ലൈനുകൾ കിട്ടും. c2 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x ആക്സിസിലെ 2 ഹാഫ് ലൈനുകൾ കിട്ടും. ഇനി c1 ഉം c2 ഉം 0 അല്ലാന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് e⁻mt എന്ന് പറയുന്നത് x/c1 ആണെന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് y എന്ന് പറയുന്നത് c2/c1 x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ c2/c1 എന്നുള്ളതിന് പകരം c എഴുതി കഴിഞ്ഞാൽ y = cx എന്ന് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുകൾ എന്ന് പറയുന്നത് ഹാഫ് ലൈൻസ് ഓഫ് ഓൾ പോസിബിൾ സ്ലോപ്സ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് c1 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y ആക്സിസിന്റെ 2 ഹാഫ് ലൈനുകൾ കിട്ടും, ഇതും കിട്ടും. സോറി, പിന്നെ c2 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും കിട്ടും. പിന്നെ y = cx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് c എന്ത് വേണമെങ്കിലും ആവാലോ, അപ്പോൾ ഏത് സ്ലോപ്പുള്ള ലൈനും വരാം. അപ്പോൾ ബേസിക്കലി ഇതായിരിക്കും അതിന്റെ പാത്തുകൾ. മാത്രമല്ല നമ്മളിവിടെ a എന്ന് പറയുന്നത് അല്ലെങ്കിൽ m എന്ന് പറയുന്നത് <0 എന്നാണ് എടുത്തിട്ടുള്ളത്. m എന്ന് പറഞ്ഞാൽ <0 ആണ്. അതുകൊണ്ട് ലിമിറ്റ് t → ∞ x of t 0 ആയിരിക്കും, ലിമിറ്റ് t → ∞ y of t യും 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പാത്തുകളുടെ എല്ലാം ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഇതെല്ലാം തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 0 അപ്രോച്ച് ചെയ്യും. പിന്നെ ഇതെല്ലാം ലൈനുകളായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, എല്ലാം ഡെഫിനിറ്റ് ഡയറക്ഷനോട് കൂടിയിട്ടാണ് 0 അപ്രോച്ച് ചെയ്യുന്നതെന്ന് കിട്ടും. അല്ലെങ്കിൽ ഫോർമുല പ്രകാരം നോക്കുകയാണെങ്കിൽ ലിമിറ്റ് t → ∞ yt - 0 ഡിവൈഡഡ് ബൈ xt - 0 നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് t → ∞ എന്താ വരിക, yt എന്ന് പറഞ്ഞാൽ c2 e⁻mt എന്ന് വരും. c2 e⁻mt, c1 e⁻mt എന്ന് വരും. e⁻mt ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് c2/c1 വരും. അതായത് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് x ആക്സിനും y ആക്സിനും അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അതായത് എല്ലാ പാത്തുകളും ക്രിട്ടിക്കൽ പോയിന്റിനെ അപ്രോച്ച് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ സബ് കേസിൽ നമുക്ക് അതൊരു നോഡാണെന്ന് നമ്മൾ അവകാശപ്പെട്ടതുപോലെ കിട്ടും. മാത്രമല്ല ഈ a എന്ന് പറയുന്നത് <0 എന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഈ എല്ലാ ഡയറക്ഷനും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കതൊരു അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള നോഡാണെന്ന് കിട്ടും. ഈസ് ഓക്കെ? ഇനി m > 0 ആണ് ഈ സബ് കേസിൽ തന്നെയാണ് കേട്ടോ. m > 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ കഴിയുക, ഡിസ്കഷൻ എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ ഇപ്പോൾ t -∞ പോകുമ്പോഴാണ് അത് ക്രിട്ടിക്കൽ പോയിന്റിനെ അപ്രോച്ച് ചെയ്യുന്നതും എൻ്റർ ചെയ്യുന്നതും കിട്ടും. അപ്പോൾ നമുക്ക് നോഡ് എന്ന് കിട്ടും, പക്ഷേ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. ഇസ് ഓക്കെ? അപ്പോൾ ഈ സബ് കേസിൽ ഒഴികെ ബാക്കി എല്ലാ കേസിലും നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാലോ. x = a1 e⁻m1t, b1 e⁻m1t എടുത്ത് പിന്നെ നമ്മൾ a1 + a2t e⁻m2t, b1 + b2t e⁻m2t എടുത്തിട്ട് ജനറൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ബാക്കി എല്ലാ കേസുകളിലും പറ്റും. സോ അതാണ് അടുത്ത കേസായിട്ട് ഈ ആദ്യത്തെ കേസ് ഒഴികെ ബാക്കി എല്ലാ കേസിലും വരുന്നത്. അതായത് ഓക്സിലറി ഇക്വേഷന് ഡബിൾ റൂട്ട് വരുന്ന, റിപ്പീറ്റഡ് റൂട്ട് വരുന്ന ബാക്കി എല്ലാ കേസുകളും എടുക്കുക. അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതിന് ചെറിയൊരു സംശയം തോന്നുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ a1 + a2t b1 + b2t എന്നല്ലേ വരേണ്ടത് എന്നൊരു സംശയം വന്നേക്കാം. അങ്ങനെ എഴുതി ചെയ്താലും ഈ തിയറി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരു ജനറൽ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ a2ഉം b2ഉം ആദ്യം കിട്ടിയ എയും ബിയും തന്നെയായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തന്നെ ആവുന്നല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ ചൂസ് യുവർ a2 as a and b2 as b. അത് നിങ്ങൾ അത്തരം പ്രോബ്ലങ്ങളിൽ ചെയ്തതിലെല്ലാം ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അത് ഒരു നല്ലൊരു ഹിന്റ് കൂടിയാണ് അത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അതായത് നമുക്ക് ഈ a2 b2 ഇൻവോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആദ്യത്തെ കേസിൽ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ തന്നെയായിട്ട് മാറും. പ്രൂവ് ചെയ്യാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല, കാരണം നമ്മളത് ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ a1 + a2 തന്നെ എടുത്തിട്ടുള്ളത്. മനഃപൂർവ്വമാണ് a2 എന്ന് എഴുതാൻ വിട്ടുപോയിട്ടുള്ളതല്ല. ഈ ആദ്യം കിട്ടിയ എയും ആദ്യം കിട്ടിയ ബിയും തന്നെയാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് എഴുതും. ഇനി അഥവാ അത് a2 ഉം b2 എഴുതി ചെയ്താലും പ്രശ്നമൊന്നും സംഭവിക്കില്ല. ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രശ്നമൊന്നുമില്ല. എയും ബിയും ഡെഫിനിറ്റ് കോൺസ്റ്റൻസ് ആണ്, സി ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. നമുക്കൊരു കാര്യം കാണാൻ കഴിയും, ഈ c2 = 0 ആണെങ്കിൽ നമുക്ക് x = c1 a e⁻mt എന്നും y = c1 b e⁻mt എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും bx എന്ന് പറയുന്നത് ay ആണ് എന്ന് കാണാനായിട്ട് കഴിയും. ay = bx എന്ന് കിട്ടും. അതായത് നമുക്ക് ആ കേസിലെല്ലാം നമുക്ക് ഹാഫ് ലൈനുകളാണ് കിട്ടുക. പാത്തായിട്ട് കിട്ടുന്നതെല്ലാം ഹാഫ് ലൈനുകളാണ് വിത്ത് സ്ലോപ്പ് b/a. നോക്കൂ, ദാറ്റ് ഇൻക്ലൂഡ്സ് ഈ b = 0 ആവുന്ന കേസും a = 0 ആവുന്ന കേസും. a = 0 ആയാൽ അത് y ആക്സിസ് ആവും എന്ന ബോധ്യത്തോട് കൂടിയിട്ടാണ് അത് എഴുതുന്നത് കേട്ടോ. അതുപോലെ ഓഫ് കോഴ്സ് b = 0 ആയാൽ അത് x ആക്സിസ് ആവും മനസ്സിലാക്കാൻ വലിയ വിഷമമില്ല, കാരണം y = 0 എന്ന് മനസ്സിലാക്കണം. മറ്റേത് നമുക്ക് y = ∞ എന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ ay = bx തന്നെ എഴുതുന്നത്. സോ എനിവേ ഈ കേസിലെല്ലാം നമുക്ക് ഹാഫ് ലൈൻ പാത്തുകളാണ് കിട്ടുന്നത്. ay = bx കിട്ടും. രണ്ട് പാത്തേ ഉള്ളൂ കേട്ടോ. ay = bx എന്നുള്ളത് എയും ബിയും സ്പെസിഫിക് കോൺസ്റ്റൻസ് ആണെന്നുള്ളത് മറക്കരുത്. രണ്ട് പാത്തുകൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാത്തുകളും m < 0 ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും m < 0 e⁻mt 0ലേക്ക് പോകും. അത് x ലിമിറ്റ് x 0 ആണ്, ലിമിറ്റ് ∞ yt 0 ആണെന്ന് കാണുന്നത്. മാത്രമല്ല ലിമിറ്റ് ∞ yt - 0 ഡിവൈഡ് ബൈ xt - 0 എന്ന് പറയുന്നത് നമുക്ക് ഈ c1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് e⁻mt ക്യാൻസൽ ചെയ്ത് പോയിട്ട് b/a ആണെന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പാത്തുകളും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ടുള്ള 0 അപ്രോച്ച് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. ബാക്കി എല്ലാ സന്ദർഭത്തിലും അതായത് c2 non-0 ആണെങ്കിൽ, c2 = 0 ആവുന്ന കേസാണ് ഇപ്പോൾ പറഞ്ഞത്. c2 non-0 ആവുന്ന കേസിൽ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കർവ്ഡ് പാത്തുകളെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇക്വേഷൻ 12 ആണ് ഞാൻ പറയുന്നത്. അതാണ് ജനറൽ സൊല്യൂഷനിലോ. അപ്പോൾ അത് കർവ്ഡ് പാത്തുകളാണ്. അപ്പോൾ
m less than 0 ആകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി xt എന്ന് പറയുന്നത് 0 ആണെന്ന് കാണാൻ കഴിയും. ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി yt എന്ന് പറയുന്നത് 0 ആണെന്ന് കാണാനായിട്ട് കഴിയും. Is that okay? Yes, sir. മാത്രമല്ല ഇനി അപ്പോൾ അതായത് ആ പാത്തുകളെല്ലാം തന്നെ m less than 0 ആകുമ്പോൾ ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി xt ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി yt 0 ആണ്. അതുകൊണ്ടാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ പറയും. മാത്രമല്ല ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി yt - 0/xt - 0 ആണ്. എന്നോട് y/x മാത്രമേ എഴുതിയിട്ടുള്ളൂ, ലിമിറ്റ് ലാസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് yt - 0/xt - 0 ആണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് yt എഴുതി 0 xt എഴുതി, എന്നിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് c2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. e⁻mt നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ആസ് t ടെൻഡൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്താ കിട്ടുക? നമുക്ക് വേണമെങ്കിൽ ഇതിനെ t കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. t കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/t, ഇവിടെ 1/t വരും. ഇത് b മാത്രം, ഇത് a എന്ന് മാത്രം. ആസ് t ടെൻഡൻസ് ടു ഇൻഫിനിറ്റി ഇത് ഈ ആദ്യത്തെ രണ്ട് എക്സ്പ്രഷൻ 0ലേക്ക് പോകും. അപ്പോൾ നമുക്ക് b/a എന്ന് കിട്ടും. അല്ലെങ്കിൽ ലപ്പിതാൾ റൂൾ ഉപയോഗിച്ചാലും മതി. എന്തായാലും നമുക്ക് ലിമിറ്റ് t ടെൻഡൻസ് ടു ഇൻഫിനിറ്റി y/x എന്ന് പറയുന്നത് y(t - 0/x(t - 0) എന്ന് പറയുന്നത് b/a ആണെന്ന് കിട്ടും. Is that okay? Yes, sir. അതിനർത്ഥം ഈ കർവ്ഡ് പാത്തുകളെല്ലാം തന്നെ ക്രിട്ടിക്കൽ പോയിന്റിനെ അപ്രോച്ച് ചെയ്യുക മാത്രമല്ല എൻട്രി ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിത്ത് സ്ലോപ്പ് b/a എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയാ, ഇവിടെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ലൈനും ഈ അല്ലെങ്കിൽ b2/a2 എന്നാണ് കിട്ടുക. ജനറലി എഴുതി ചെയ്യുമ്പോൾ b2/a2 എന്നാണ് കിട്ടുക. b2/a2 എന്ന് പറയുമ്പോൾ വേറെ ഏതോ ലൈനാണെന്നൊരു തെറ്റിദ്ധാരണ വരും. എൻ്റെ ആവശ്യമില്ല, ആ ലൈൻ തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് ആ b2 എന്ന് പറയുന്നത് b/a2 എന്ന് പറയുന്നത് a ആണെന്നുള്ള അറിവ് നമ്മൾ സഹായിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് b2/a2 എന്ന് കിട്ടും. ഒരു ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മതി, വേറെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 0 എന്ന് പറയുന്നത് ഒരു നോഡാണെന്നും ഇതൊരു asymptotically stable ആണെന്ന് കിട്ടും. t tends to infinity ആണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്, എല്ലാം 0 0 അപ്രോച്ച് ചെയ്യണം. അപ്പോൾ you can find definitely a circle such that every path inside that circle should approach the critical point. And ഇത് m less than 0 ആകുമ്പോൾ ഡിസ്കഷൻ ആണ്. m greater than 0 ആകുമ്പോൾ situation is unchanged except that the directions of the path will be reversed and the critical point still is a node, but this time it will be an unstable node. So the moral of the story is this: roots are real and equal in that case. So if the real root m is negative, then the critical point is an asymptotically stable node, and whereas the real root is greater than 0, that is positive, then the critical point is unstable.